ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ ഇഞ്ചൻ സെറ്റിംഗ് ഏകദേശമൊക്കെ പകുതിയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ടൈമിംഗ് ആണ്. ടൈമിംഗ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ടൈമിനേക്കാളും എത്രയോ വിലപിടിപ്പുള്ളൊരു സാധനമാണ് എൻജിൻ ടൈമിംഗ് എന്ന് പറയുന്നത്. അത് കൃത്യമായി തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മളെ വാല് പിടിക്കുക, സ്റ്റാർട്ടിങ് ഡിലേ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ വരും. അപ്പോൾ നമ്മൾ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റി സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇരട്ടിപ്പണി വരും. ആ ഇരട്ടിപ്പണിയാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടുള്ള ടൈമിംഗ് വെക്കണം. ഇതിന് ക്രാങ്കിന് ഒരു മാർക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റിന് നമുക്ക് ലോക്കിംഗ് സിസ്റ്റമാണ്. ഒരു ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യുക. പമ്പിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ഒക്കെ കൃത്യമായി വെച്ചതിന് ശേഷമാണ് നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വാല് പിടിക്കാം, ഇല്ലെങ്കിൽ ടൈമിംഗ് ഒരുപാട് ഡിലേ വരാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നാൽ നമുക്ക് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ കൃത്യമായി ടൈമിംഗ് വെച്ച് വേണം നമ്മൾ ഒരു എൻജിൻ സെറ്റിങ്സിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകം തന്നെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.